ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രെഡും പഴവും കൊണ്ട് കഴിച്ചാലും മതി വരാത്ത ഒരു കിടിലൻ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 5 ബ്രെഡും ഒരു നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. പഴുത്ത പഴം തന്നെ എടുക്കണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡ് കുറച്ച് വീതം നമുക്ക് ചേർത്ത് കൊടുത്ത് അതിനെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഇവിടെ ആദ്യം 2 ബ്രെഡ് ഞാൻ ചേർത്ത് കൊടുത്ത് അതിന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ബ്രെഡ് എല്ലാം കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു വലിയ ബൗളിലേക്ക് അതിനെ ആക്കി കൊടുത്ത് നല്ലതുപോലെ പൊടിച്ച് ഇതിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ ബ്രെഡിൻ്റെ പൊടിയെല്ലാം പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ജാറിൽ തന്നെ നമുക്ക് ഒരു നേന്ത്രപ്പഴവും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് അതിന് നല്ലതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നല്ലതുപോലെ അരഞ്ഞ് കിട്ടും. അപ്പം ഞാൻ അതവിടെ പഴം അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്ത ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. നല്ലതുപോലെ ആവശ്യത്തിന് നമുക്ക് ഇതിൽ പഴത്തിൻ്റെ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് ഇവിടെ നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വെക്കേണ്ട ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ 1/2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ്. അടുത്ത് ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറുത്ത എള്ളും കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ സ്പൂൺ കൊണ്ടല്ല മിക്സ് ചെയ്യേണ്ട, കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് എടുത്ത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിനാണ് ബോൾസ് ആക്കി എടുക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയ ശേഷം നമ്മൾ കൈവെള്ളയിൽ വെച്ച് തന്നെ ഒന്ന് പരത്തി ഇതുപോലെ ഒരു പൂരിയുടെ വലിപ്പത്തിനോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിട്ടോ ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പരത്തേ ഒന്നും വേണ്ട, ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം, പരത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പരത്തിയ ശേഷം നമുക്ക് ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഫില്ലിങ്സ് ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കി കൊടുക്കാം. നമുക്ക് ആ ഒരു ഫില്ലിങ് നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവലിൻ്റെയൊക്കെ മിക്സ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് അമക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡ് ഇതുപോലെ നല്ലതുപോലെ ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതിനെ ഓരോന്നും ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം മാത്രമേ ഇതിട്ട് കൊടുക്കാവൂ. ഇട്ട് കൊടുത്ത ശേഷം ഇത്തിരി തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ബ്രെഡൊക്കെ പൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രെഡും പഴവും കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ.